ആലപ്പുഴയിൽ CPM നേതൃത്വത്തിന് ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും സ്ഥാനാർത്ഥികളായി വേണ്ട. AM ആരിഫിന്റെയും പേര് പട്ടികയിലില്ല. അതേസമയം ജില്ലാ സെക്രട്ടറി R നാസറിന്റെ സ്ഥാനാർത്ഥിത്വവും നിലവിൽ അനിശ്ചിതത്വത്തിലാണ്. സുധീഷ് ഗോപാൽ വിവരങ്ങൾ നൽകും. സുധീഷ്, ആലപ്പുഴയിലെ CPMന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് ചില അവ്യക്തതകളുണ്ട്. വിവരങ്ങൾ. അമൽ, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് എത്തി പങ്കെടുത്തുകൊണ്ടുള്ള CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും നടന്നിരുന്നു. അവിടെ പ്രധാനമായും സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച ചർച്ചകളാണ് ഉണ്ടായത്. അതിൽ ആലപ്പുഴ ജില്ലയിൽ 9 നിയോജകമണ്ഡലങ്ങളിൽ 6ഇടത്താണ് CPM മത്സരിക്കുന്നത്. അതിൽ 6ഇടത്തും നിലവിൽ CPMന്റെ തന്നെ MLA-മാരുമാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ സിറ്റിംഗ് MLA-മാരെ തന്നെ മത്സരിപ്പിക്കുന്നതിൻ്റെ സാധ്യതകളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. അവിടേക്ക് നേരത്തെ തന്നെ ജി സുധാകരനെ അമ്പലപ്പുഴയിലോ അതോടൊപ്പം തന്നെ അരൂരിലോ ആലപ്പുഴയിലോ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുന്ന കാര്യങ്ങളും മറ്റും ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ 2 ടേൺ പൂർത്തിയാക്കിയ പ്രതിഭയെ കായംകുളത്ത് നിന്നും ഒഴിവാക്കിക്കൊണ്ട് അവിടെ ജില്ലാ സെക്രട്ടറി R നാസറിനെയോ ബാബുജാനെയോ മത്സരിപ്പിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിൽ ആദ്യം ജില്ലാ കമ്മിറ്റി നൽകിയ പട്ടികയിൽ R നാസറിൻ്റെ പേരും കായംകുളം നിയോജകമണ്ഡലത്തിലേക്കും അരൂരേക്കും ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ചർച്ച ചെയ്തതിന് ശേഷം സമർപ്പിച്ച പട്ടികയിൽ R നാസറിൻ്റെ പേര് അരൂര് മാത്രമാണുള്ളത്. അരൂരിലേക്ക് തോമസ് ഐസക്കിനെ പരിഗണിക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കട്ടെ എന്ന ഒരു നിലപാടിലേക്ക് ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ തോമസ് ഐസക്കിൻ്റെയോ അതോടൊപ്പം തന്നെ ജി സുധാകരൻ്റെയോ പേര് ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന പട്ടികയിലില്ല. അതോടൊപ്പം തന്നെയാണ് മുൻ MPയും MLA-യുമായിരുന്ന AM ആരിഫിൻ്റെ പേര് ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ പരിഗണിക്കണമെന്ന തരത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ അതും ജില്ലാ കമ്മിറ്റിയിലോ ജില്ലാ സെക്രട്ടേറിയറ്റിലോ ആരിഫിൻ്റെയും പേര് ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനമോ നിർദ്ദേശമോ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവിടെ ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യം, ആലപ്പുഴ ജില്ലയിൽ നേരത്തെ തോമസ് ഐസക്കും ജി സുധാകരനും 2 ഗ്രൂപ്പായി നിന്ന് ആയിരുന്നു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. VS പക്ഷം നിഷ്പ്രഭമായണക്ക് ഐസക്കും സുധാകരനുമായിരുന്നു പ്രധാന കേന്ദ്രങ്ങൾ. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സജി ചെറിയാനെ മുൻനിർത്തിക്കൊണ്ട് പുതിയ ഗ്രൂപ്പ് ഉണ്ടാവുകയും സജി ചെറിയാൻ്റെ കീഴിൽ H സലാം അടക്കമുള്ളവർ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ വലിയ വിഭാഗീയത ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുന്നു. ആ വിഭാഗീയതയിൽ H സലാമിനെയും എല്ലാം കൂടെ നിർത്തണമെങ്കിൽ, പ്രതിഭ അടക്കമുള്ളവരെ കൂടെ നിർത്തണമെങ്കിൽ അവർക്ക് സ്വാഭാവികമായും സ്ഥാനാർത്ഥിത്വം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിറ്റിംഗ് MLA-മാരെ പരമാവധി മത്സരിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോയത്. നേരത്തെ അമ്പലപ്പുഴയും അതോടൊപ്പം തന്നെ അരൂരും മറ്റും തോൽവിക്ക് സാധ്യതയുണ്ട് എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിരുന്നു. എന്നാൽ അതിനേക്കാൾ പ്രാമുഖ്യം ഗ്രൂപ്പ് തീരുമാനങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള പോക്കിനുമെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ മത്സരിച്ചാൽ നിലവിൽ 6 സീറ്റിലും വിജയിച്ചിട്ടുള്ള CPMന് എത്ര സീറ്റ് ആലപ്പുഴയിൽ നിന്ന് കിട്ടും എന്ന ആശങ്ക അണികൾക്കുണ്ട്. അണികൾ അത്തരം ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും CPM അനുഭാവികളടക്കം രംഗത്തെത്തിയിരുന്നു. അവരെല്ലാം തന്നെ ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും പോലുള്ളവരെ മത്സരിപ്പിച്ചുകൊണ്ട് വിജയം ഉറപ്പിക്കണമെന്നൊരു അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ പോലും അതിന് പ്രാമുഖ്യം നൽകുന്ന, അതിന് പ്രാധാന്യം, അതിന് പരിഗണന നൽകുന്ന രീതിയിലല്ല ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റും CPM ജില്ലാ കമ്മിറ്റിയും കൂടി എടുത്തിട്ടുള്ള തീരുമാനം. ഇനി ഇതിലേതെങ്കിലും തരത്തിൽ മാറ്റം വരുവാണെങ്കിൽ അത് സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമേ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ മാത്രമേ മാറ്റമുണ്ടാവൂ. എന്നിരുന്നാൽ തന്നെ ജി സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. CS സുജാതയെ പരിഗണിക്കണമെന്നും ചില കോണിൽ നിന്നും ആവശ്യമുയർന്നിരുന്നെങ്കിലും CS സുജാതയുടെ പേരും ഇപ്പോഴത്തെ പട്ടികയിലില്ല. ആ രീതിയിൽ വളരെ ഒരു തരത്തിൽ പാർട്ടി അണികൾക്കെല്ലാം അതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പട്ടിക തന്നെയാണ് ഇപ്പോൾ CPM മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അമൽ, ആലപ്പുഴയിലെ സ്ഥിതിവിശേഷമാണ് സുധീഷ് ഗോപാൽ പങ്കുവച്ചത്.